പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഈശോയെ, എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന മുമ്പ് ഇതൊന്ന് കൂടിയിട്ട് പോണവരുണ്ട്. ഈശോയെ, അവർ മക്കളുടെ ഇന്നത്തെ മുഴുവൻ യാത്രകൾ ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കുന്നു. അവരുടെ കണ്ണുനീര് ഉപ്പണം കർത്താവേ. അവർ പോകുന്ന ഇടങ്ങളിൽ നീ അവിടെ കൂടെ പോകണം. പലരും ഒറ്റക്കാണ്, പലരും അവർ ഒറ്റക്ക് പോയിട്ട് നടക്കാത്ത പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പോണത്. ഓഫീസിലായാലും കോളേജിലായാലും സ്കൂളിലായാലും പരീക്ഷയ്ക്കായാലും
ജോലിക്കായാലും ഇൻ്റർവ്യൂവിനായാലും മറ്റ് റവന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾക്കായാലും കർത്താവ് അങ്ങയുടെ മക്കൾ പോകുന്ന ഇടങ്ങളിലെല്ലാം ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ. ലോകത്തെ ആവേശപ്പെടുത്തുന്ന അങ്ങയുടെ അഭിഷേക വചനമാണ്. നീ എവിടെ പോയാലും ഞാൻ നിലകൊണ്ടാകും. കർത്താവെ, ഞങ്ങൾ ആഴമായത് വിശ്വസിച്ചുകൊണ്ട് കർത്താവ് ഈ മക്കൾ നിന്നെയും കൊണ്ടുപോകാൻ ഇടയാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, സമയത്തിൻ്റെ അധികാരി സഞ്ചാരി മാതാവേ, അങ്ങയുടെ മക്കളുടെ കൂടെ സഞ്ചരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നേക്കും ആമേൻ. നമ്മൾ ഇന്നലെ ചെല്ലാനം പള്ളി ധ്യാനിപ്പിക്കാൻ പോയ കാര്യം പറഞ്ഞില്ലേ? ആ ചെല്ലാനം പള്ളി 2ാമത്തെ ദിവസത്തെ എന്ന് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ഈ കരയും കടലും കായലും കാണാതെ മൊത്തം വെള്ളപ്പൊക്കത്തിൽ കിടക്കുകയാണ്. നല്ല തണുത്ത കാറ്റും നല്ല ശക്തമായ കാറ്റും മഴയൊക്കെ. അതുകൊണ്ടാണ് പള്ളിയിൽ ആൾ കുറയുന്നത്. ആൾ വളരെ കുറഞ്ഞ ആ ചെറിയ പള്ളിയാണെങ്കിൽ പോലും അതിൻ്റെ നിൽക്കാനുള്ള 10, 15, 20 ആളാണ് ഉണ്ടായത്. അപ്പോൾ ഞാൻ ഈ ആലപ്പുഴ നാടൻ വരെ ചെല്ലണമായി ശരിക്കും പറഞ്ഞാൽ 20 ആളിന് വേണ്ടി ഇവിടുന്ന് ആലപ്പുഴ വരെ പോകും. അപ്പോൾ ഇത് ആലപ്പുഴയിൽ നിന്ന് ചെല്ലാനം വരെ പോകും. കൊച്ചി ജില്ലയിലാണ്. അപ്പോൾ എന്താ പക്ഷേ എറണാകുളം ജില്ലയിൽ. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ ദൈവം നമ്മളെ കൊണ്ടുപോകണതാണ് ശരിക്കും പറഞ്ഞത്. അന്ന് അവിടെ ഒരു സംഭവം നടന്നു. 3-ാം ദിവസം ഞാൻ ചെല്ലുമ്പോൾ ഞങ്ങൾ ചെല്ലണത് തന്നെ ഈ ഓർഗൺ ഉണ്ടല്ലോ, ഈ വലിയ ഓർഗൺ നമുക്ക് അവിടെ പിടിച്ചുകൊണ്ട് പോകണം. അവിടെ ഓർഗണൊന്നുമില്ല. ഓർഗൺ ഞങ്ങൾ വണ്ടിയെ വന്നിട്ട് റോഡേ വണ്ടി നിർത്തിയിട്ട് അവിടുന്ന് ഓർഗൻ്റെ ഒരു തല മുമ്പിലും ഒരു തല പുറകിലുമായിട്ട് വട്ടം പിടിക്കാൻ പറ്റത്തില്ല, നീളം പിടിച്ചുകൊണ്ട് 1 കിലോമീറ്റർ പോകണം. ഇത്രയും കഷ്ടപ്പെട്ട് ആ പള്ളി ചെല്ലുമ്പോഴല്ല നമ്മൾ കാണുന്നത് ആ പള്ളിക്ക് ചുറ്റുകൊണ്ടായിരുന്ന പന്തലൊക്കെ ബോർസൊക്കെ ഒഴുകി നടക്കി കാറ്റടിച്ചിട്ട് കായലിൻ്റെ കാറ്റെന്ന് പറയണത് പാടശേഖരം, കായലല്ല പാടശേഖരമാണ്. അവിടെ വെള്ളം ഇങ്ങനെ രാജ്യം മുഴുവനും വെള്ളം നിൽക്കുക. അപ്പം അവിടെ കാറ്റടിച്ചിട്ട് തടയില്ലാത്ത കാറ്റാണ് നേരെ വന്ന് പന്തലിലടിച്ച് ഈ അവിടെയുള്ള സൗണ്ട് ബോക്സൊക്കെ അട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം താഴിട്ട് അതിനകത്ത് ഇത് വെള്ളത്തിൽ ഒഴുകിയ സാധനമൊക്കെ ഭയങ്കരമായ നമുക്ക് സങ്കടം പറഞ്ഞതില്ലേ, നമുക്ക് സങ്കടമല്ല, നമ്മൾ ചിലപ്പോൾ സമയത്ത് ദൈവത്തിനെ അറിയാൻ പാടില്ലാത്തവരാണെങ്കിൽ ഓർക്കും, ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ എന്തിനാ ധ്യാനം നടത്തണം, ദൈവത്തിന് വേണ്ടപ്പോൾ എനിക്കെന്തിനാ, അങ്ങനെ ചിന്തിച്ചു പോകും. ഞാൻ ചിന്തിച്ചായിരുന്നു ആ സമയത്ത്. കർത്താവിന് വേണ്ടത് എങ്കിലും ഇപ്പം നമുക്ക് എന്തിനാണ് നല്ല രീതി, കാര്യം കഷ്ടപ്പെട്ടാണ് നമ്മളവിടെ വരണതേ. ഇടവക്കാരും ഇല്ല, ഇടവക 14,000 10,200-500 വീട്ടുകാരുള്ളതാണ്. അപ്പോൾ 15 പേരാണ് ഈ ധ്യാനത്തിൽ വന്നിരിക്കുന്നത്. സിറ്റുവേഷൻ അതുകൊണ്ടാണ്. അവർക്ക് ധ്യാനത്തിൽ കുറവൊന്നുമുള്ളതല്ല. ഈ പള്ളിയിലേക്ക് ഇവിടം വരെ കഷ്ടപ്പെട്ട് തോട് നീന്തിയൊക്കെ വരണ്ടേ. അങ്ങനെ കണ്ടു. 5-ാം ദിവസം ആയപ്പോഴേ അല്ല 3-ാം ദിവസം ആയപ്പോൾ കറണ്ടും പോയി. കാറ്റും മഴയും മാത്രമല്ല, എന്ത് ന്യൂനമർദ്ദം നടന്ന അന്നത്തെ കാലത്ത്. കാറ്റും മഴയും മാത്രമല്ല, ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കറണ്ട് പോയി ധ്യാനം ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നു. ആൾക്കാരെ കാണാൻ പറ്റണില്ല. അപ്പം ഞാനിങ്ങനെ ഇരുട്ടത്ത് ഇതിൻ്റെ ആൾക്കാരെ നിൽക്കുക. അപ്പോൾ കറണ്ട് വന്നില്ലെങ്കിൽ വീട്ടിൽ പോകാം, കാര്യം ആരും ഇല്ല. ധ്യാനം അവസാന ദിവസമായി, ഒരു നന്ദി പറയാൻ പോലും ആരും വന്നിട്ടില്ല അവിടെ എങ്ങും ഇപ്പോൾ ഇടവകയെന്ന്. അപ്പോൾ ഞാനിങ്ങനെ ആൾക്കാരെ നിൽക്കുകയാണ്, ഇരുട്ടത്ത് നിൽക്കുകയാണ്. നല്ല തണുത്തിട്ട് ചെവിയുടെ അകത്ത് കൂടി തണുത്ത കാറ്റ് പല്ല് കിടപ്പിടുന്നുണ്ട്. അപ്പോൾ എങ്ങാനും അവസാനം ഒരു ആരാധന നടത്താനുള്ള വകുപ്പുണ്ടെങ്കിൽ ആരാധന നടത്താവുന്ന രീതിയിൽ നിൽക്കുകയാണ്. അതിനിടയ്ക്ക് കറണ്ട് വരികയാണെങ്കിൽ, പക്ഷെ കറണ്ട് വന്നില്ല. കറണ്ട് വരാതെ എന്നാൽ കെട്ടിപ്പോയേക്കാം.
കാര്യം പോണം പാടാൻ. കറണ്ട് ഒന്നുമില്ല, ചെറിയൊന്നും കറണ്ടില്ല. തോട് ഏതാണ് കരയാണെന്ന് അറിയത്തില്ല. ഒരു തിട്ടത്തിൽ നമുക്ക് കാല് തെറ്റിച്ച് വെച്ചേ പോകാൻ പറ്റത്തുള്ളൂ. അതിന് ഓർഗൺ കൊണ്ടുപോകണം. എല്ലാം അത് ഓർക്കുമ്പോൾ ശരിക്കും എങ്ങനെയും റോഡിലെത്തിയാൽ മതി എന്നുള്ള ചിന്തയാണ്. അപ്പോൾ അങ്ങനെ ഇരുട്ടത്ത് ഞാനിങ്ങനെ നിൽക്കുമ്പോൾ ആൾക്കാരുമൊക്കെ പള്ളിയിൽ അവിടെ ഇവിടെയൊക്കെ താഴെ നിൽക്കാൻ പറ്റത്തില്ല, നിൽക്കുകയാണ് ആൾക്കാർ പള്ളിയിൽ. താഴെയൊക്കെ മുഴുവൻ വെള്ളം കയറി, തൂവാനം അടിച്ച് കാറ്റടിച്ച് വെള്ളം കയറി കിടക്കുകയാണ് പള്ളിയുടെ അകത്ത്. അപ്പോൾ ഞാനങ്ങനെ നിൽക്കുന്ന സമയത്ത്, ആൾക്കാരെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു വല്യപ്പൻ, അപ്പോൾ ആ വല്യപ്പൻ 3 ദിവസം അവിടെ ഉണ്ട് കേട്ടോ. ആ പഴമക്കാരുടെ കാര്യം അതല്ല, അവരൊന്നും ഇതൊന്നും ഇങ്ങനെയുള്ള വിഷയമൊന്നും മൈൻഡ് ചെയ്യത്തില്ല. ആ 3 ദിവസം ആ വല്യപ്പനുണ്ട്. ആ വല്യപ്പനേക്ക് അറിയാം. അപ്പം ഇതിൻ്റെ അകത്ത് ഒരു ചെറിയ മുനിഞ്ഞ് കത്തുന്ന വിളക്ക് തിരിയുണ്ട് അവിടെ. ആ തിരിയുടെ വെളിച്ചത്തിൽ ഈ വല്യപ്പൻ കയറി അൾത്താരേക്ക് വന്നു. അൾത്താരോട്ട് കയറി വന്നു. അപ്പം എനിക്ക് എന്താണ് അപ്പച്ചൻ വീട്ടിൽ പോകണമെന്ന് പറയാൻ വേണ്ടി വന്നതായിരിക്കും, നിർത്തിയേക്ക അച്ഛാന്ന് പറയാൻ വേണ്ടി വന്നതായിരിക്കും. മുപ്പുകാരനാണ്. അപ്പം ഞാൻ പറഞ്ഞു, എന്താ പാപ്പ? അതാ അച്ഛാ എന്ന് പുള്ളിയുടെ തൊണ്ടയിടറി. അച്ഛൻ വരെ മനസ്സിലായ ആള് വന്നിട്ടുണ്ട്. അച്ഛന് വല്ല മനസ്സിലായ എന്ന് നോക്കുമ്പോൾ ഞാൻ ഈ ഇരുട്ടത്ത് ഈ അപ്പാവിൻ്റെ മുഖത്ത് നോക്കി, അപ്പോൾ ആള് വന്നിട്ടുണ്ട്. ആള് വന്നെന്ന് പറഞ്ഞില്ല, വല്ലാത്തൊരു സുഗന്ധം എൻ്റെ മൂക്ക് ചുറ്റി പോണം. ഞാൻ ആരാണെന്ന് ചോദിക്കേണ്ട കാര്യം എനിക്ക് വന്നില്ല. എനിക്ക് മനസ്സിലായി അമ്മയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ അനുഭവം എഴുതിയിട്ടുണ്ട്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, അമ്മ കണ്ടതില്ലേ നമ്മൾ ഈ പങ്കപ്പാട് സഹിക്കണത്. ഈ 3 ദിവസം അവിടെ നടത്തിയത് മരിയന്തേനമാണ്. ഈ 3 ദിവസം അവിടെ നടത്തിയത് മരിയന്തേനാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് മരിയനെ കുറിച്ചൊക്കെ പറയുമ്പോൾ, മരിയനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ജീവിതത്തിൻ്റെ എല്ലാ കഷ്ടപ്പാടുകളെയും നമ്മൾ അതിജീവിക്കും. കാര്യം മരിയൻ സത്യമാണ്. മരിയൻ്റെ വിഷയം എന്ന് പറയുന്നത്, അമ്മയ്ക്ക് ഭയങ്കര സ്വാതന്ത്ര്യമാണ്. വെച്ചാൽ ഒരു വിശ്വാസി എവിടെയെങ്കിലും സാക്ഷ്യം നൽകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സഭ എവിടെയെങ്കിലും ഞെരുങ്ങുന്നുണ്ടെങ്കിൽ, അവിടെ കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അമ്മ അവിടെ പ്രത്യക്ഷപ്പെടും. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം, സഭയ്ക്ക് പ്രശ്നമുള്ളതല്ല, സഭയ്ക്ക് പ്രശ്നമുള്ള സഭയ്ക്ക് കമ്മ്യൂണിക്കബിളായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ആരുമില്ലാത്തതാണ്. നിങ്ങളിത് മനസ്സിൽ എഴുതി പിടിച്ചോ. എന്താണ് സഭയുടെ പ്രശ്നം എന്ന് പറയുന്നത്? സഭയുടെ പ്രശ്നം എന്ന് പറയുന്നതും കുടുംബത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നതും പ്രശ്നങ്ങൾ ഇല്ലാത്തതല്ല, പ്രശ്നങ്ങളുള്ളതല്ല. സഭയുടെ പ്രശ്നം എന്ന് പറയുന്നതും കുടുംബത്തിൻ്റെ നിൻ്റെ സ്വകാര്യ പ്രശ്നം എന്ന് പറയുന്നതും പ്രശ്നങ്ങളുള്ളതല്ല. പ്രശ്നമുള്ളപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, കോണ്ടാക്ട് ചെയ്യാൻ ഒരാളില്ലാത്തതാണ്. ആർക്ക് കോണ്ടാക്ട് ചെയ്യാൻ? അമ്മയ്ക്ക് കോണ്ടാക്ട് ചെയ്യാൻ. അമ്മയ്ക്ക് എപ്പോഴും ഉടമ്പടി നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? അമ്മയ്ക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന വ്യക്തിയായിട്ട് നമ്മളെ നിരന്തരം മാറ്റുകയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അമ്മ സുഗന്ധവാഹിനിയാണ്. ഇന്നത് 10,000ങ്ങളുടെ അനുഭവങ്ങളാണ് ശരിക്കും. അതിനൊരു വചനമുണ്ട് പ്രഭാഷകനിൽ. ആ പ്രഭാഷണം 24:15 എടുത്ത്, ഇലവങ്കം പോലെയും സുഗന്ധ തൈലം പോലെയും ഞാൻ പരിമളം പരത്തി. ഞാൻ വിജ്ഞാനത്തെ കുറിച്ചാണ് നമുക്ക് പറയണം അവിടെ പറയണത്. അപ്പൊ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ആരാണ്? അമ്മ ആരാണ്? ബോധജ്ഞാനത്തിന്റെ സിംഹാസനമാണ്.
ജ്ഞാനത്തോട് ചേർന്ന് എപ്പോഴും പരിമളമുണ്ട്, സുഗന്ധാഭിഷേകം ഉണ്ടാകും. ഞാൻ സുഗന്ധം പരത്തി. പറഞ്ഞോളൂ. വിശിഷ്ടമായ മീറ പോലെ ഞാൻ സൗരഭ്യം വീശി. നറും പശ ചന്ദനം കുങ്കുമം ദേവാലയത്തിലെ കുന്തുരുക്കം എന്നിവ പോലെയും ഞാൻ സുഗന്ധം പ്രസരിപ്പിച്ചു. സുഗന്ധ പ്രസരണം എന്ന് പറയുന്നത് ഒരു ആധ്യാത്മിക അനുഭവമാണ്. നീ ദൈവമായിട്ട് ഇൻറ്റിമസി ആകുമ്പോൾ നിനക്ക് ലഭിക്കാൻ സാധ്യതയുള്ള സാന്നിധ്യത്തിൻ്റെ അടയാളമാണത്. എത്രയും വേഗം നീ പ്രാർത്ഥിച്ചു. അമ്മയ്ക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയ ഒരു പേഴ്സണായി നീ വളരാൻ കർത്താവ് നിന്നെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ഉപാസനാൽത്താരയ്ക്ക് സാക്ഷിയാക്കി ഉയർത്തെഴുന്നേൽത്ത് ഈശോയ്ക്കും കൃപാസന മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് ആൻഡോ, എൻ്റെ ഭാര്യ ജൂലിയൻ, മക്കളായ നിയ, കേറ്റ്, ഇമ്മാനുവൽ. ഞങ്ങൾ മുഹമ്മദ് സെൻറ്റ് ജോർജ് ഫൊറോന ചർച്ചയുടെ ഭാഗങ്ങളാണ്. ഞങ്ങൾ അബുദാബിയിലാണ്. ഞങ്ങൾക്ക് 2 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. 3ാമത് ഒരു കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. 5 വർഷത്തോളം ആയി, പക്ഷേ കുട്ടികളൊന്നും ആയില്ല. വൈഫിൻ്റെ സുഹൃത്തായ സ്വപ്ന എന്ന സിസ്റ്റർ കൃപാസനത്തെ പറ്റി ഞങ്ങളോട് പറഞ്ഞു, അവിടെ പോയി കഴിഞ്ഞാൽ എന്താഗ്രഹവും സാധിച്ചു കിട്ടും. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് വളരെ ദൂരമില്ല, ഇവിടെ അടുത്ത് തന്നെയാണ്, ഒരു 4-5 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. പക്ഷേ എങ്കിലും ഞങ്ങൾ പലതവണ ഇവിടെ വിസിറ്റ് ചെയ്ത് പോയിട്ടെങ്കിലും, പലതവണ എൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയിട്ടുണ്ടെങ്കിലും ഉടമ്പടി എടുത്തിട്ടില്ല. ആ സിസ്റ്റർ പറഞ്ഞ പ്രകാരം ഞങ്ങൾ നാട്ടിൽ വെക്കേഷന് വന്നപ്പോൾ ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ജനുവരി 11, 2025 ഞങ്ങൾ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് കറക്റ്റ് 60 ദിവസം 60 ഡേയ്സ് ആയപ്പോഴേക്കും, അതായത് മാർച്ച് 11-ാം തീയതി മാർച്ച് 11-ാം തീയതി 2025 വൈഫ് പ്രഗ്നൻ്റ് ആണ് എന്ന് കൺഫേം ചെയ്തു. പിന്നീട് ഞങ്ങൾ പ്രാർത്ഥനയിലും ഉടമ്പടി ബസ്സുകൾ ഉപയോഗിച്ചുള്ള പ്രാർത്ഥനയും വ്യഞ്ചരിച്ച വസ്തുക്കൾ, ഉപ്പ്, തേന് എല്ലാം വിശ്വാസ പ്രമാണം ചൊല്ലി ഉപയോഗിച്ചിരുന്നു. അങ്ങനെ മാർച്ച് 11-ന് അത് കൺഫേം ചെയ്തു, പ്രഗ്നൻ്റ് ആണെന്ന് കൺഫേം ചെയ്തു. ഞങ്ങൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയി. ഞങ്ങൾ നേരത്തെ ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇമ്മാനുവൽ, അടുത്ത കുഞ്ഞിന് ഇമ്മാനുവൽ എന്നൊരു പേര് നൽകണം എന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞങ്ങൾക്ക് ഈ പേര് വെളിവാക്കി തരണമേ എന്ന്. പക്ഷേ ഞാൻ പറഞ്ഞു, ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ എൻ്റെ മൊബൈലിൽ ഞങ്ങളുടെ ഒരു പ്രവാസി ഗ്രൂപ്പുണ്ട്, അതിലൊരു മെസ്സേജ് വന്നു, പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തിരിക്കുന്നു, സെക്രട്ടറി ഇമ്മാനുവൽ എന്ന്. പക്ഷേ എനിക്കത് വിശ്വാസമായി. വീണ്ടും 2 ദിവസം കൂടി കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു മെസ്സേജ് വന്നു. വീണ്ടും മെസ്സേജല്ല, ഞാൻ ഡെയിലി ബ്രെഡ് കേട്ടുകൊണ്ടാണ് എന്ന് ഓഫീസിലേക്ക് പോകാറുള്ളത്. ഡ്രൈവ് ചെയ്യുമ്പോൾ അത് ഓണാക്കി ഇട്ടേക്കും. പക്ഷേ അത് അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ അത് ഡെയിലി ബ്രെഡ് കഴിഞ്ഞു. അടുത്ത സാക്ഷ്യമായി ഒന്ന് കയറി വന്നത്, ഓട്ടോമാറ്റിക്ക് കയറി വന്നു. ആ വ്യക്തി സ്വയം പരിചയപ്പെടുത്തിയത് പേര് ഇമ്മാനുവൽ എന്ന് തന്നെയാണ്. എൻ്റെ പേര് ഇമ്മാനുവൽ എന്ന് പറഞ്ഞൊരു സാക്ഷ്യം തുടങ്ങിയായിരുന്നു. എനിക്കിപ്പോൾ കൺഫേമായി, മാതാവും ഈശോ ഇതിൽ ഇടപെട്ടിരിക്കുന്നു. അങ്ങനെ മുന്നോട്ട് പോയി. കുഴപ്പങ്ങളൊന്നും കൂടാതെ തന്നെ ഞങ്ങൾക്ക്, വൈഫിന് ചെറിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി വൈഫ് പറയുന്നതാണ്. എൻ്റെ പേര് ജൂലിയൻ, ഞങ്ങൾ അബുദാബിയിലാണ്. ഇച്ചായൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഒരുപാട് നാളായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. ഞങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് കുഞ്ഞിനെ ലഭിച്ചത്. 2ാമത്തെ ആൾ ആയതിന് 6 വർഷത്തിന് ശേഷമാണ് ഇപ്പം ഈ കുഞ്ഞിനെ ലഭിച്ചിരിക്കുന്നത്. ഞങ്ങൾ ദിവസവും ഉടമ്പടി തൈലവും അതുപോലെ തന്നെ ഉപ്പും രാവിലെ മെഴുകുതിരി
വെച്ച് പ്രാർത്ഥനകളും എല്ലാം ചൊല്ലുമായിരുന്നു. അതുപോലെ ഡെയിലി കുടുംബ പ്രാർത്ഥനയിൽ പ്രത്യേകം നിയോഗവും മാതാവിനും കൃപാസന മാതാവിനും അർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ത്രൂ ഔട്ട് പ്രഗ്നൻസി ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. ഇവരുടെ രണ്ടുപേരുടെ മൂത്തവരുടെ രണ്ടുപേരും സിസേറിയൻ ആയിരുന്നു. സിസേറിയൻ ആയിരുന്നത് കൊണ്ട് തന്നെ മൂന്നാമത്തതും സിസേറിയൻ ആയിരിക്കും എന്നുള്ളത് എനിക്കറിയാമായിരുന്നു. ഞാൻ മെഡിക്കൽ ഫീൽഡിലാണ്, ഇൻഫെക്ഷൻ കൺട്രോളറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്കറിയായിരുന്നു മൂന്നാമത്തതും സിസേറിയൻ ആയിരിക്കുമെന്ന്. പക്ഷേ ഇത്രയും കോംപ്ലിക്കേഷൻസ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല. ആദ്യത്തെ മന്തിൽ ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആസ്മ ഉണ്ടായിരുന്നു. എനിക്ക് ആസ്മയൊന്നും നേരത്തെ ഇല്ലായിരുന്നു. അപ്പോൾ ആസ്മാറ്റിക്കായി. പിന്നെ വീണ്ടും 2 സിസേറിയൻ കഴിഞ്ഞതിൻ്റെ മൂന്നാമത്തേതായപ്പോഴേക്കും പ്ലാസൻ്റ ലോ ലൈയിങ് ആയി, അതുപോലെ പ്ലാസൻ്റ അറ്റാച്ചായി, ബ്ലാഡറിനോട് അറ്റാച്ചായി, അങ്ങനെ കോംപ്ലിക്കേഷൻസ് എല്ലാം വന്നു. ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പം ഞാൻ അവിടെയൊക്കെയാണ് കാണിച്ചിരുന്നത്. പക്ഷേ അവർ പറഞ്ഞു ഗവൺമെൻറ് ഹോസ്പിറ്റൽ, അവിടെ കോർണിഷ് എന്ന് പറഞ്ഞ അബുദാബിയിലുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് അവർ റെഫർ ചെയ്തു. അവിടെ ചെന്നപ്പോഴേക്കും അവർ പറഞ്ഞു എത്രയും പെട്ടെന്ന് സർജറി ചെയ്ത് കുഞ്ഞിനെ എടുക്കണം. അപ്പോൾ 8 മാസത്തിൽ തന്നെ അവനെ എടുക്കേണ്ട വന്നു. അപ്പം അവർ കോംപ്ലിക്കേഷൻ മൂന്നാമത്തത് സിസേറിയൻ ആയതുകൊണ്ടും യൂട്രസും ബ്ലാഡറും അറ്റാച്ച് ആയതുകൊണ്ടും യൂട്രസ് റിമൂവ് ചെയ്യണം, അബ്ഡോമിനൽ ഹിസ്റ്ററക്ടമി എന്ന് പറഞ്ഞ് യൂട്രസ് റിമൂവ് ചെയ്യണം എന്നുള്ളത് അവർ കൺസെൻറ്റ് എഴുതി മേടിപ്പിച്ചു. ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, എന്ത് ചെയ്യും. അപ്പോൾ ഇച്ചായൻ പറഞ്ഞു എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്, എന്തിനാണ് നമ്മൾ വിശ്വാസം നമ്മുടെ കൂടെ ഉണ്ട്, നമ്മൾ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്, മാതാവിൻ്റെ കയ്യിൽ കൊടുക്കുക. ഞാൻ വിചാരിച്ചു ശരിയാ, നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്, നമ്മുടെ പ്രൊട്ടക്റ്റീവ് ലെയറാണ് മാതാവ്, നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ കൂടെ സംസാരിക്കുന്നുണ്ട്, നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ ഒന്നിനെപ്പറ്റിയും ടെൻഷൻ അടിക്കേണ്ട, മാതാവിന് വിട്ടുകൊടുക്കുക. ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഉടമ്പടി തൈലം നെറ്റിയിൽ വെച്ചും ദിവസവും ത്രൂ ഔട്ട് പ്രഗ്നൻസിയും വയറിൽ തേച്ചും പ്രാർത്ഥിക്കുമായിരുന്നു. എന്തൊക്കെ ടെൻഷൻസും എന്തൊക്കെ ഇത് വരുമ്പോഴും വിശ്വാസം ഞങ്ങൾ കൈവിട്ടില്ല. ഞങ്ങൾ മുറുകെ പിടിച്ചു. ഞങ്ങൾക്ക് ദൈവം, ഞങ്ങൾക്ക് ഈശോയും മാതാവും ഞങ്ങൾക്ക് വലിയ കാര്യങ്ങളാണ് ചെയ്തു തന്നിരിക്കുന്നതെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ കുഞ്ഞിനെ ഞങ്ങൾ ആക്ച്വലി 2 പിള്ളേർ കഴിഞ്ഞിട്ട് ഈ മൂന്നാമത്തെ കുഞ്ഞിനെ ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തില്ല. ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡായിട്ട് ദൈവം തന്നിയ വലിയ അനുഗ്രഹമാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. കൃപാസന മാതാവിന് പ്രത്യേകം നന്ദി പറയുന്നു. ഞങ്ങൾ ത്രൂ ഔട്ട് ലൈഫ് ഞങ്ങൾക്കറിയാവുന്ന എല്ലാവരോടും ഞങ്ങളിത് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ വർക്കിംഗ് പ്രൊമൈസിൽ മാത്രമല്ല, ഞങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ പള്ളിയിലും ഞങ്ങൾ കണ്ടുമുട്ടിയിട്ടുള്ള എല്ലാവരോടും ഞങ്ങളിത് ഈ സാക്ഷ്യം ഞങ്ങൾ മുന്നോട്ടും പത്രം ഞങ്ങൾ ഓൾറെഡി ഫസ്റ്റ് ഉടമ്പടി എടുത്തപ്പോൾ തന്നെ പത്രം ഞങ്ങൾ അബുദാബിയിൽ മുസ്തഫ ചർച്ചിൽ ഞങ്ങൾ ഓൾറെഡി ഇത് കൊടുത്തായിരുന്നു. മലയാളം ഇതിലാണ് കൊടുത്തത്. ഞങ്ങൾ മുന്നോട്ടും അത് ഫോർവേഡ് ചെയ്ത് എല്ലാവർക്കും ഇത് ചെയ്യും. അതുപോലെ തന്നെ വരുന്ന സാക്ഷ്യങ്ങളെല്ലാം ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാറുണ്ട്. നമ്മൾക്ക് ടച്ച് ആകുന്നത്, ഞങ്ങൾ ഈ വിശ്വാസത്തിലോട്ട് വന്നത് ഞങ്ങൾ ഇവിടുത്തെ ഈ സാക്ഷ്യങ്ങൾ കേട്ടിട്ടാണ്. ഞങ്ങൾ ശരിക്കും ഞങ്ങൾ ഇത്രയും അടുത്തായിട്ട് പോലും, ഞങ്ങൾ മുഹമ്മ ഇവിടുന്ന് 2-3 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ ഈ ഉടമ്പടി എടുത്തത് 2025-ലാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 14 വർഷമായി. പക്ഷേ ഞങ്ങൾക്ക് ആ വിശ്വാസം ഇവിടെ വന്നിട്ട് ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേട്ട് ഞങ്ങൾക്കറിയാം മാതാവ് നമ്മുടെ ഇടയിലുണ്ട്, ഞങ്ങളോട് സംസാരിക്കുന്നുണ്ട്, നിങ്ങളോട് എല്ലാവരോടും സംസാരിക്കുന്നുണ്ട്. അതുപോലെ മാതാവ് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ ഈശോയും ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഡെയിലി ഫിനാൻഷ്യലായിട്ട് ഞങ്ങൾ നമ്മളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് വഴി നമ്മളോട് സഹായങ്ങൾ ചോദിച്ചിട്ടുള്ള എല്ലാവർക്കും നമ്മൾ സഹായത്, അതുപോലെ തന്നെ അവിടെയാണേലും മുസഫ ഇതിലാണേലും നാട്ടിലാണെങ്കിലും ഫ്രണ്ട്സ് കൂടി വന്ന് ആരെങ്കിലുമൊക്കെ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും നമ്മളിത് ചെയ്യുന്നുണ്ട്. മുന്നോട്ടും അത് തന്നെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യും. അതുപോലെ ഡെയിലി ഞങ്ങൾ കുടുംബ പ്രാർത്ഥന, ഇച്ചായൻ രാവിലെ എന്നും പള്ളിയിൽ പോയിട്ടാണ് ഡ്യൂട്ടിക്ക് കയറുന്നത് തന്നെ. ഞാനും എല്ലാ ദിവസവും രാവിലെ ഓഫീസിൽ ചെന്നിട്ടാണെങ്കിലും സിസ്റ്റത്തിൻ്റെ താഴെ മാതാവിൻ്റെ ചെറിയ രൂപമുണ്ട്. മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടല്ലാതെ ഒരു ദിവസം പോലും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഞങ്ങൾക്കറിയാവുന്ന എല്ലാവരോടും ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾ പങ്കുവെക്കും. ഞങ്ങൾ വിശ്വാസത്തിൽ കണ്ടിന്യൂ ചെയ്യും. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ വിശ്വാസത്തിൽ വളർത്തും. താങ്ക് യു.
ജപമാല ഡെയിലി ഞങ്ങൾ ജപമാല ഡെയിലി ചൊല്ലാറുണ്ട്. അതുപോലെ തന്നെ രാവിലെ ഇൻഡിവിജ്വലായിട്ട് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും രണ്ട് ഡിഫറെൻറ്റ് വർക്ക് പ്രമൈസിലായതുകൊണ്ട് രണ്ടുപേരും ബൈബിൾ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൈകിട്ട് കുടുംബ പ്രാർത്ഥനയിൽ പിള്ളേരെ കൊണ്ടും വായിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ അവരോട് ബൈബിൾ വായിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, ലിസൺ ചെയ്തോന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി. ഡെയിലി ബ്രെഡ് കാണാറുണ്ട്. അതുപോലെ തന്നെ ധ്യാനം ട്യൂസ്ഡേയ്സിൽ വരുന്ന ധ്യാനത്തിൻ്റെ ഇതും കേൾക്കാറുണ്ട്. ഞങ്ങൾക്ക് നൽകിയ വലിയ അനുഗ്രഹത്തിന് ഞങ്ങൾ ഈശോയോടും കൃപാസന മാതാവിനോടും അങ്ങേയറ്റം നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. മാതാവ് ഈശോ വഴി നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിലുടനീളം ഞങ്ങൾ ഈശോയ്ക്കും മാതാവിനോടും കടപ്പെട്ടിരിക്കുന്നു. താങ്ക് യു. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. സങ്കീർത്തനം 139 16 ദൈവം നമ്മെ സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ നമ്മെ അറിയുകയും നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസവും ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. നമ്മുടെ ആരുടെയും ജനനം യാദൃശ്ചികമല്ല, ദൈവത്തിൻ്റെ കൃത്യമായ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ കുടുംബം പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയ്ക്ക് നന്ദി പറയുകയാണ്. 6 വർഷത്തിന് ശേഷമുണ്ടായ കുഞ്ഞാണ് ഇമ്മാനുവൽ. ഈ മകന് ജന്മം നൽകുന്നതിന് മുൻപ് തന്നെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈശോയും അമ്മയും തന്നെ കാണിച്ചു കൊടുത്ത ഒരു പേരാണ് ഇമ്മാനുവൽ. ഈ അച്ഛനും അമ്മയും ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ യൂട്യൂബിൽ മെസ്സേജ് കണ്ടപ്പോൾ അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൻ്റെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അതിന് ശേഷം വന്ന ഒരു സാക്ഷ്യം ഇമ്മാനുവൽ എന്നൊരു വ്യക്തിയുടേതായിരുന്നു. അപ്പോൾ തന്നെ ഒരു അടയാളം അവർക്ക് കിട്ടിക്കഴിഞ്ഞു. പിന്നീട് ഓരോ കൃപാസനത്തിലെ യൂട്യൂബ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് തന്നെ മൊബൈലിൽ ഇമ്മാനുവൽ എന്ന ഒരു പേര് വരികയും അവിടെ ഒരു കൺഫർമേഷനായിരുന്നു ഇവർക്ക് ജനിക്കുവാൻ പോകുന്ന കുഞ്ഞിൻ്റെ പേര് പണ്ടെങ്ങോ ആഗ്രഹിച്ചൊരു പേരാണ് ഇമ്മാനുവൽ, ആ പേര് തന്നെ നൽകാമെന്ന്. അങ്ങനെയാണ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചത്. 11-ാം തീയതി ജാനുവരിയിലാണ് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് ജാനുവരി ഫെബ്രുവരി മാർച്ച് 11 ഈ മകൾ കൺസീവ് ആവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഇന്ന് അമ്മയ്ക്ക് നന്ദി പറയുന്നത്. അമ്മയുടെയും ഈശോയുടെയും വലിയൊരു അനുഗ്രഹമാണ്, അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ലഭിച്ച അനുഗ്രഹമാണ് ഈ കുഞ്ഞ് ഇമ്മാനുവൽ. ഈശോയുടെ അമ്മയോടും ചേർന്ന് നിൽക്കുമ്പോഴാണ് അവർ പറഞ്ഞതുപോലെ എല്ലാ കാരുണ്യ പ്രവൃത്തികളും നിബന്ധനകളനുസരിച്ചാണ് പാലിച്ചത് ഉടമ്പടി മക്കൾ. കൃപാസനം അമ്മയുടെ തട്ടിൽ തന്നെയുള്ള ഈ മക്കളാണ്. പക്ഷെങ്കിൽ ഒരാവശ്യ നേരത്തെ ആരോ പറഞ്ഞു കൊടുത്തു കൃപാസനത്തെ പറ്റിയും നിയോഗങ്ങളെ പറ്റിയും. പിന്നീട് യൂട്യൂബ് വഴിയാണ് ഈ മക്കൾ കൃപാസനത്തെപ്പറ്റി കൂടുതൽ അറിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് കൃപാസനം യൂട്യൂബ് മറ്റുള്ളവർക്ക് പങ്കുചേർന്നുകൊണ്ട് നമ്മൾ യൂട്യൂബിൽ കൂടെ അറിഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് യൂട്യൂബ് അയച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ കൃപാസനം അമ്മയെപ്പറ്റി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മുടെ ഒഫീഷ്യൽ ചാനലായ FRVP ജോസഫ് കൃപാസനം എന്ന ചാനലിൽ കൂടിയാണ് സാക്ഷ്യങ്ങൾ കേൾക്കുകയും മറ്റുള്ളവർക്ക് പങ്കു ചെയ്യുകയും ചെയ്തത്. അത് ഞാൻ കൃപാസനത്തെപ്പറ്റി അറിഞ്ഞ യൂട്യൂബിൽ കൂടിയാണ്. അതുകൊണ്ട് കൂടുതൽ യൂട്യൂബ് വഴിയാണ് അറിയാത്തവരെ അറിയിക്കുകയും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും ഈ മക്കൾ ശ്രമിച്ചത്. പിന്നീട് ഡ്യൂറിങ് ദ പ്രഗ്നൻസി ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് വറി ചെയ്തപ്പോഴും ടെൻഷനായിരുന്നപ്പോഴും വൈഫ് പറഞ്ഞു കൊടുത്തത് നമ്മൾ ഉടമ്പടിയിലാണ്, നമുക്ക് എപ്പോഴും ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടെന്നാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഈശോയുടെ അമ്മയുടെ സംരക്ഷണം ഉറപ്പാണ്. ആ ദൈവ സാന്നിധ്യമാണ് നമുക്ക് ഉറപ്പുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഉടമ്പടി മക്കൾക്ക് യാതൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. എന്തു തന്നെ കോംപ്ലിക്കേഷൻസ് ഉണ്ടായാലും
ഈശോയുടെയും അമ്മയുടെയും സാന്നിധ്യം നമ്മളെ വിശ്വാസത്തിൽ ഉറച്ചു നിർത്തും. അതുകൊണ്ട് നമുക്കൊന്നും സംഭവിക്കില്ല എന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാം. അതുകൊണ്ട് തന്നെയാണ് എല്ലാം ഭംഗിയായിട്ട് തന്നെ ആ പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെ നടുവിലും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ഇവർക്ക് സാധിച്ചത് ഞാൻ ഉടമ്പടിയിലാണ് എന്ന വിശ്വാസമാണ്. ഉടമ്പടിയിൽ എന്ത് പ്രശ്നം വന്നാലും ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. ജനനത്തിന് മുമ്പേ നമ്മെ അറിയാവുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതവും നമുക്ക് സമർപ്പിക്കാം. കൃപാസനം അമ്മ ദൈവത്തിൻ്റെ പദ്ധതിയിൽ നമ്മെ മുന്നോട്ട് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആൻഡോ സക്കറിയയ്ക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹവും, പ്രത്യേകിച്ചും ഈ കുഞ്ഞു ബാവ ഇമ്മാനുവലിന് നൽകിയ അനുഗ്രഹത്തിന് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.